ഹായ് ഗൈസ്, വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ചുമന്ന ചീര കണ്ടു കേട്ടോ. അത് ഞാൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി തുറന്ന് നോക്കുമ്പോൾ 2 കെട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വെയിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടിപ്പോവുള്ളൂ വീട്ടിലിരുന്നിട്ടും. അതുകൊണ്ട് ഇപ്പം തന്നെ ഇതിനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടോ. പാകത്തിന് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ആണെങ്കിലും ഇലകളാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലൊന്ന് കുറച്ച് നേരം വെക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം മരുന്നൊക്കെ അടിച്ചു വരുന്ന പച്ചക്കറികളും ഇലകളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ വാഷ് ചെയ്താണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് വേണ്ടത് 3 വെളുത്തുള്ളി, 4 പച്ചമുളകും എടുത്തു വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഞെരടി തിരുമ്മി എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നല്ലപോലെ ചെറുതായിട്ടാണ് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈ വെച്ച് അതൊക്കെ ഒന്ന് ഞെരടി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പ്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തെളിച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇലക്കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ തൊടിയിൽ കൂടിയൊക്കെ കിട്ടുന്ന സാധനമാണ് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങണത്. പിന്നെ ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ചീരയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങേനൊന്ന് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടെടുത്ത പാടെ ഇളക്കി കൊടുക്കരുത്, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആ ആവിയൊക്കെ ഒന്ന് മുകളിൽ കയറി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ, ഒന്ന് ഇങ്ങനെ കൈ വെച്ച് തെളിച്ച് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. പിന്നെ ചീരയിലും വെള്ളം ഉണ്ടാവും നമ്മൾ കഴുകി എടുത്തുകൊണ്ട്. അപ്പോൾ ഇനി ആ വെള്ളമായോ ഈർപ്പൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.